കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ കള്ളന്മാർ വിളയാടുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞ ദിവസം ജാഗ്രത ന്യൂസ് ഉൾപ്പെടെ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ചുങ്കം ഭാഗങ്ങളിൽ ആരാധനാലയങ്ങളിലും കടകളിലെല്ലാം മോഷണം നടന്നത്. ഈ ഒരു വാർത്തകളും ജാഗ്രത ന്യൂസ് പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ പാറപ്പാടം ദേവി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിലെ ചുറ്റുമതിലിനുള്ളിൽ ഉണ്ടായിരുന്ന ഏകദേശം 26ഓളം തൂക്കുവിളക്കുകളാണ് മോഷണം പോയിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച വെളുപ്പിനോടുകൂടിയായിരുന്നു ഈ ഒരു മോഷണം നടന്നത്. എന്തായാലും പോലീസ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഞാനിവിടുത്തെ ഉപദേശസമിതി പ്രസിഡൻ്റാണ്. അപ്പോൾ ഇന്ന് പുലർച്ചെ ഒരു 2:30 മണിയോടുകൂടി അമ്പലത്തിൽ നിന്ന് കള്ളം കയറിയായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഇത് കണ്ടത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ വിളക്കെല്ലാം ചുറ്റുവിളക്കെല്ലാം ഊരി മാറ്റിയ നിലയിൽ കണ്ട്. അപ്പോൾ പെട്ടെന്നൊരു നിഴൽ അതിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിൻ്റെ ഇടയ്ക്കോട്ട് മാറുന്നതിനുള്ള അവൻ ആ വീടിൻ്റെ അടുത്ത് പതിയെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇയാൾ അമ്പലത്തിൻ്റെ മുൻവശത്ത് കൂടി മതിൽ ചാടിക്കിടന്ന് അമ്പലത്തിൻ്റെ മുൻപിൽ കൂടെ ആറാട്ടുകടവ് റോഡിലേക്ക് നീങ്ങിപ്പോകുന്നത്. അതിനുശേഷം ആ ഊട്ടുപുര മൈതാനത്തോട്ട് കയറി ഊട്ടുപുര മൈതാനത്തുകൂടി തന്നെ അമ്പലത്തിൻ്റെ ബാക്കി വശത്തെ വീണ്ടും തിരിച്ച് പോയതായിട്ട് CCTV ദൃശ്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഒരു 47ഓളം തൂക്കുവിളക്ക് മൊത്തം ഊരിയെടുത്തിട്ടുണ്ട്. അതിൽ 26 വിളക്കോളം ഇപ്പം മിസ്സിങ് ആണ്. ബാക്കി 21 വിളക്ക് ഊരി ബാക്ക് സൈഡിലുള്ള വാതിലിൻ്റെ ഗേറ്റിൻ്റെ സൈഡിൽ കൊണ്ടടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിലെ ആ ചേച്ചി എൻ്റെ ചേട്ടനെ വിളിക്കുകയും ചേട്ടന് ദേവസ്ഥയിലെ സ്റ്റാഫാണ്. അപ്പോൾ ചേട്ടൻ ഓടി വന്ന് എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടും കൂടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും അന്നേരം ഒന്നും ആരെയും കാണാനില്ല. പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഓടി വന്ന് ചേട്ടൻ പെട്ടെന്ന് ഇവിടെ കിടമറ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന സംബന്ധിയുണ്ട് ശ്രീലാൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാവരും കൂടി 3-4 വശങ്ങളിലേക്കും ബൈക്കിൽ പോയി നോക്കിയായിരുന്നു ആരെങ്കിലും പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ആരും കാണാൻ സാധിച്ചില്ല. ഉടനെ തന്നെ ഞങ്ങൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ വിവരം അറിയിച്ചു. അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് സമീപത്തുള്ള CCTVയും അമ്പലത്തിലെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. പക്ഷേ അമ്പലത്തിലുള്ള CCTVക്കകത്ത് ആൾ ഈ വിളക്ക് ഊരിയെടുക്കുന്ന ദൃശ്യമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആളുടെ മുഖം ഒന്നും ക്ലിയർ അല്ല. അത് തലയിലെന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മതിൽ ചാടിക്കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഈ തലേന്ന് ഈ ഇട്ടിരുന്ന ഊരിയിട്ട് കൈ പിടിച്ചുകൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. പക്ഷേ മുഖം വ്യക്തമല്ല. അത് ഈ ഒരു പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോഷണം ശ്രമം നടക്കുന്നത് നമ്മുടെ അറിവിൽ. ഇവിടെ അമ്പലത്തിലും ആദ്യമായിട്ട് തന്നെയാണ്. What do you do? I'm a graphic designer. Oh wow! പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു. ജോലികൾ തയ്യാറാകുന്നു. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ അരീന ആനിമേഷൻ. റിക്രൂട്ടേഴ്സ് ചോയ്സ്, ഇൻഡസ്ട്രിയുടെ വോയിസ്.